Refugee Blues by W.H. Auden. Say this city has 10 million souls. The phrase 10 million shows how huge this city is. Also, the word souls adds spiritual or religious aspect to it. The city has 10 million people. Some live in mansions, some live in halls, but my dear, we have no place at all. ചിലർ നഗരത്തിൽ ജീവിക്കുന്നുണ്ട്, ചിലർ കൊട്ടാരത്തിൽ ജീവിക്കുന്ന. എന്നാലും ഈ ഒരു നഗരത്തിൽ ഏകദേശം 10 ദശലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്നുണ്ട് എന്ന് പറയാണ് നമ്മളുടെ സ്പീക്കറിൻ്റെ ബിലൗഡായിട്ടുള്ള ഗേൾ ഫ്രണ്ടിനോട്. ഞാൻ ഈ ഒരു കവിതയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പീക്കർ ഒരു ജ്യൂ ആണ്. അദ്ദേഹത്തിൻ്റെ കാമുകിയോട്, വൈഫായിരിക്കാം, മേ ബി കാമുകിയായിരിക്കാം, അവരോട് പറയുന്നതായിട്ടാണ് ഈ ഒരു കവിത എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ സ്പീക്കറുടെ ബിലൗഡ് ആയിട്ടുള്ള തൻ്റെ ഗേൾ ഫ്രണ്ടിനോട്, ഇമാജിനേറ്റീവ് ക്യാരക്ടറാണ് ഇവിടെ. ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന വ്യക്തി ഇമാജിനേഷനാണ് അവിടെ. തൻ്റെ ഗേൾ ഫ്രണ്ടിനോട് പറയുന്നതായിട്ട് സ്പീക്കർ ഇമാജിൻ ചെയ്യുന്നത്. ഒരു സൈലൻറ്റ് ക്യാരക്ടറാണ് ആ ഒരു ബിലൗഡ് ആയിട്ടുള്ള ലേഡി. And he says that this city has 10 million people. Some live in mansions, some live in halls, but my dear, we have no place at all. ചിലർ ഈ നഗരത്തിൽ 10 ദശലക്ഷത്തോളം ആളുകൾ താമസിക്കുന്നുണ്ട്. ചിലർ കൊട്ടാരം പോലെയുള്ള വീടുകളിൽ താമസിക്കുന്നു, ചിലർ ചെറിയ ചെറിയ കുടിലുകളിൽ താമസിക്കുന്നുണ്ട്. ഹോൾസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കുടിലുകളാണ്. ആൻഡ് പക്ഷേ ഡിയർ, മൈ ഡിയർ, വി ഹാവ് നോ പ്ലേസ് അറ്റ് ഓൾ. പക്ഷേ ഡിയർ, നമുക്ക് താമസിക്കാൻ ഒരിടവും ഇല്ല എന്ന് പറയാണ്. And the second line, some are living in mansions and some are living in halls, yet there is no place for us, my dear, yet there is no place for us. അതായത് എല്ലാവരും, ചിലർ കുടിലുകളിൽ താമസിക്കുന്നുണ്ട്, ചിലർ കൊട്ടാരങ്ങളിൽ താമസിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് താമസിക്കാൻ ഒരിടവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. Then coming to the second stanza, once we had a country and we thought it fair, we cannot go there, my dear, we cannot go there now. Which shows how they had their rights and ideals like belonging to a country abandoned. This is due to the Nazi occupation, and the use of the collective we shows that once they had an identity and a place. And this shows how helpless they as, even though they belong to a country they once called home and other countries still exist. They still have no place to go to. The repetition of this word dear reminds me, the reader, that is refugees and how loved ones and families to protect, which makes the poems even more emotive. അവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പീക്കർ തൻ്റെ ബിലൗഡ് ആയിട്ടുള്ള ഗേൾ ഫ്രണ്ടിനോട് പറയുകയാണ്, ഒരിക്കൽ നമുക്കൊരു രാജ്യമുണ്ടായിരുന്നു, അത് നല്ലതാണെന്ന് നമ്മൾ കരുതി ആ ഒരു സ്ഥലത്ത് ജീവിക്കാനും തുടങ്ങി. നമ്മളുടെ വേൾഡ് മാപ്പ് നോക്കുകയാണെങ്കിൽ ആ ഭൂപടത്തിൽ ഇപ്പോഴും ആ രാജ്യമുണ്ട്, പക്ഷേ നമുക്കവിടെ പോകാൻ പറ്റുന്നില്ല. ഈ കവിത പറയുന്ന സമയത്ത് നിങ്ങൾ ഇപ്പം റീസെൻ്റ്ലി നടക്കുന്ന ആ ഒരു ഇഷ്യൂ, അഫ്ഗാനിസ്ഥാൻ്റെ ഇഷ്യൂ തന്നെ മനസ്സിൽ ഓർത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു കവിത ഉൾക്കൊള്ളാൻ പറ്റും. അപ്പം അവിടെ നിങ്ങൾ സ്പീക്കറിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ജ്യൂവിന് പകരം ഒരു അഫ്ഗാനി ആയിട്ടുള്ളൊരു ആളെ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. സ്പീക്കർ പറയാണ്, ഒരിക്കലും നമുക്കൊരു രാജ്യം ഉണ്ടായിരുന്നു, അത് നല്ലതാണെന്ന് വിശ്വസിച്ച് നമ്മൾ അവിടെ ജീവിക്കാനും തുടങ്ങി. നമ്മളുടെ വേൾഡ് മാപ്പ് നോക്കുകയാണെങ്കിൽ ആ ഭൂപടത്തിൽ ഇപ്പോഴും ആ രാജ്യമുണ്ട്, പക്ഷേ നമുക്കിപ്പം ആ രാജ്യത്തേക്ക് പോകാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ദ തേർഡ് സ്റ്റാൻസ, in the village churchyard there grows an old yew, every spring it blossoms anew. All passports can do that, my dear, all passports can do that. Which shows a contrast between nature and the refugees, as there is always a new hope for natural life, and it renews, unlike the refugees. This is a metaphor that captures a new life, opportunity and progression. ഗ്രാമത്തിൽ അവർ നിൽക്കുന്ന ഒരു ഗ്രാമത്തിൽ ഒരു പള്ളിമുറ്റമുണ്ട്. ആ പള്ളിയുടെ മുറ്റത്തിൽ ഒരു പഴയ ഒരുപാട് കാലപ്പഴക്കമുള്ള ഒരു യൂ ട്രീ എന്ന് പറയുന്ന ഒരു മരമുണ്ട് അവിടെ. ഇൻ ദ വില്ലേജ് ചർച്ച് യാർഡ് ദ ഗ്രോസ് ആൻ ഓൾഡ് യൂ ട്രീ, യൂ എന്ന് പറയുന്ന ഒരു മരമുണ്ട് അവിടെ.
എല്ലാ വർഷവും അതിൽ പൂക്കൾ വന്നിട്ട് ആ ഒരു മരത്തിനെ അത് റിന്യൂ ചെയ്യുന്നുണ്ട്. എവറി സ്പ്രിങ്സ് ഇറ്റ് ബ്ലോസംസ് എ ന്യൂ. എല്ലാ സീസണിലും ആ ഒരു പള്ളിമുറ്റത്തിലെ ആ ഒരു യൂട്രിയിൽ എല്ലാ വർഷവും പൂക്കൾ വന്നിട്ട് അതിനെങ്ങനെ പുതിയ ഇലകളൊക്കെ വന്ന് തളിർത്ത് നിൽക്കാറുണ്ട്. അതായത് റിന്യൂ ചെയ്യുന്നുണ്ട്. പഴയ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി പുതിയ ഇലകൾ വന്ന് നിൽക്കാറുണ്ട്. ബട്ട് വി ക്യാൻ റിന്യൂ അവർ പാസ്പോർട്ട്. All passports can do that once, my dear. All passports can do that. അതായത് പക്ഷേ നമ്മളുടെ പാസ്പോർട്ടുകൾ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. പള്ളിമുറ്റത്തുള്ള ആ മരത്തിലെ ഇലകൾ വരെ റിന്യൂ ചെയ്യുന്നുണ്ട്. അതായത് പഴയ ഇലകൾ പോയിട്ട് പുതിയ ഇലകൾ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മളുടെ ആ പാസ്പോർട്ട് വേണം നമുക്ക് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ. അപ്പം നമ്മളുടെ പാസ്പോർട്ട് മാത്രം നമുക്ക് റിന്യൂ ചെയ്ത് കിട്ടുന്നില്ല. പക്ഷേ മരത്തിലെ ഇലകൾ പോലും റിന്യൂ ചെയ്ത് ഓരോ വർഷവും റിന്യൂ ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് താനെ തന്നെ നാച്ചുറലായിട്ട് തന്നെ റിന്യൂ ആവുന്നുണ്ട്. എന്നാൽ നമ്മളുടെ പാസ്പോർട്ടുകൾ നമുക്ക് പുതുക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. And the stanza 4, the consul banged the table and said, if you got not passport, you are officially dead. But we are still alive, my dear, but we are still alive. കോൺസ്യൂളിൻ്റെ മേശമേൽ അടിച്ചിട്ട് അവിടെയുള്ള ഓഫീസർമാർ പറയാണ്, നിങ്ങൾക്ക് പാസ്പോർട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഫീഷ്യലി മരിച്ചു എന്നാണ് അതിനർത്ഥമെന്ന്. പക്ഷെ നമ്മളതിനെ മരിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് സ്പീക്കർ തൻ്റെ ബിലൗഡിനോട്. അവർ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എംബസിയിൽ പോയിട്ട് അവരോട് സംസാരിക്കുകയാണ്, പാസ്പോർട്ട് റിന്യൂ ചെയ്ത് കിട്ടണം. കാരണം ഹിറ്റ്ലർ ഇങ്ങനെ എല്ലാവരും ജൂതന്മാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ് ആളുകൾ പാസ്പോർട്ടുമായിട്ട് ഇത്തരം എംബസീസിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് അവർ പറയുന്നത് അവർ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എംബസിയിലൊക്കെയുള്ള ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസുലിൽ മേശൻ്റെ മുകളിൽ അടിച്ചിട്ട് അവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പാസ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ഒഫീഷ്യലി ഡെഡ്, നിങ്ങൾ മരിച്ചു എന്നാണ് അതിനർത്ഥം എന്ന് പറയാണ്. അപ്പം നമ്മുടെ സ്പീക്കർ ബിലൗഡിനോട് പറയും, പക്ഷെ നമ്മൾ മരിച്ചിട്ടില്ലല്ലോ, അപ്പം നമ്മളിനി എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. നമ്മളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് പറയാണ്. ആൻഡ് വിച്ച് ഷോസ് എ കൺഫ്യൂഷൻ ബൈ ദ കപ്പിൾ ആസ് ദേ ആർ നോട്ട് ആക്ച്വലി ഡെഡ്. അത് അവിടെ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്. പാസ്പോർട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനർത്ഥം മരിച്ചു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ മരിച്ചിട്ടില്ലല്ലോ, നമ്മുടെ കയ്യിൽ പാസ്പോർട്ട് ഇല്ല എന്നല്ലേ ഉള്ളൂ, പക്ഷെ അവരെങ്ങനെയാണ് നമ്മൾ മരിച്ചു എന്നുള്ളത് നമ്മളെ മുഖത്ത് തന്നെ നോക്കി പറയുക എന്നുള്ളൊരു കൺഫ്യൂഷൻ അറൈസ് ചെയ്യാണ് അവിടെ. Then stanza 5, went to the committee, they offered me a chair, asked me politely to return next year. But where shall we go today, my dear? Where shall we go today? Then later he went to a committee. അവർ ഒരു കമ്മിറ്റിയുടെ അടുത്ത് പോയി, അതായത് ഈ കപ്പിൾസ് നമ്മുടെ സ്പീക്കറും ബിലൗഡും ഒരു കമ്മിറ്റീൻ്റെ അടുത്ത് പോയ സമയത്ത് which shows that despite of their current situation, the committee still doesn't care and ask him to come in next year or next time. അപ്പം ആ ഒരു കമ്മിറ്റിയിലെ ആളുകൾ സ്പീക്കറിനോട് അവിടെ ഇരിക്കാൻ പറയണം. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന സമയത്ത് എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പം സ്പീക്കർ ഇങ്ങനെ റിന്യൂ ചെയ്യാനാണ്, നമുക്ക് വേറെ മറ്റു സ്ഥലത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സിറ്റുവേഷൻ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയാണ്. അപ്പോൾ കമ്മിറ്റി പറയാണ്, നിങ്ങൾ പോയിട്ട് അടുത്ത വർഷം വരുമെന്ന്, നിങ്ങളിപ്പം പോയിട്ട് അടുത്ത കൊല്ലം വാ, അപ്പം നമുക്ക് റെഡിയാക്കാം എന്ന് പറയാണ് കമ്മിറ്റി. അപ്പോൾ നമ്മളുടെ സ്പീക്കർ ചോദിക്കുകയാണ്, ബട്ട് വേർ ഷാൾ വി ഗോ ടുഡേ? പക്ഷേ ഇന്ന് ഞങ്ങൾ എങ്ങോട്ട് പോവും? അടുത്ത കൊല്ലം വരണമെന്നുണ്ടെങ്കിൽ ഇന്ന് എവിടെ പോകണം എന്ന് പോലും തീരുമാനിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ്. കാരണം നാസി അവരുടെ ആളുകളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ മരിച്ചു വീഴും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ എവിടെ പോവും? ഇന്ന് എവിടെയെങ്കിലും പോകാൻ പറ്റിയാലല്ലേ ഞങ്ങൾക്ക് അടുത്ത വർഷം വരാൻ പറ്റുള്ളൂ. അടുത്ത വർഷം വരാനാണ് കമ്മിറ്റി പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ എങ്ങോട്ട് പോകും എന്നുള്ളൊരു ചോദ്യമാണ് സ്പീക്കർ ചോദിക്കുന്നത്. Then stanza 6, came to a public meeting. The speaker got up and said, if we let them in, they will steal our daily bread. Which shows how people are afraid of this couple, and the term daily bread gives a Christian reference, which shows a Jew versus Christian idea. This impersonal language them also captures the hostility and towards the refugees. Then
This stanza emphasizes on how most of the people are unwilling to help the couple and feel threatened by them. അപ്പോൾ ഒരു പബ്ലിക് മീറ്റിങ്ങിൽ, ഒരു പൊതുസമ്മേളനത്തിൽ ഒരു സ്പീക്കർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇപ്പം ഈ കമ്മിറ്റീൻ്റെ അടുത്തും പോയി ആ ഒരു എംബസീൻ്റെ അടുത്തൊക്കെ പോയിട്ട് അവിടെ നിന്നൊക്കെ നെഗറ്റീവായിട്ടുള്ള അപ്രോച്ചുകളാണ് കിട്ടിയതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മളുടെ സ്പീക്കർ നടക്കുന്ന സമയത്താണ് വഴിയരികിൽ ഒരു പബ്ലിക് സ്പീക്കിംഗ് കാണുന്നത്. ഒരു പൊതുവേദിയിൽ നിന്ന് ഒരാൾ പ്രസംഗിക്കുന്നത് കേൾക്കുന്നത്. അപ്പോൾ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് വി ലെറ്റ് ദം ദേ വിൽ സ്റ്റീൽ അവർ ഡെയിലി ബ്രെഡ്. ഡെയിലി ബ്രെഡ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്രിസ്ത്യൻസൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ വേസ് വിത്ത് വേർഡ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സിനെക്ഡക്കി എന്നൊരു ഫിഗറേറ്റീവ് ലാംഗ്വേജിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. സിനെക്ഡക്കി അതിൽ ഒരു കാര്യം മെൻഷൻ ചെയ്യും, പക്ഷേ അതിൻ്റെ വലിയൊരു ഭാഗം ഹിഡൻ ആയിരിക്കും. അതായത് ഡെയിലി ബ്രെഡ്, നമ്മളിപ്പം പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവമേ രക്ഷിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കും. രക്ഷിക്കണേ ഇൻ ദ സെൻസ് നമ്മളെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറ്റണേ എന്നാണ് നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രിസ്ത്യൻസിൻ്റെ വിശ്വാസത്തിൽ അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവമേ അന്നേപ്പം തരണമേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ ഡെയിലി ബ്രെഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എസെൻഷ്യൽ നീഡ്, എല്ലാ നീഡുകളും എല്ലാ ആവശ്യങ്ങളുമാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു പബ്ലിക് വേദിയിൽ നിന്നിട്ട് ഒരു വ്യക്തി അവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. നമ്മൾ അവരെ വരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ നമ്മളുടെ റിസോഴ്സസും അവർ മോഷ്ടിച്ച് കൊണ്ടുപോകുമെന്ന്. അപ്പോൾ സ്പീക്കർ പറയാം, നമ്മളെക്കുറിച്ചാണ് അയാൾ പറയുന്നത് എന്ന് പറയാണ്. നാസി ബേസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു പബ്ലിക് മീറ്റിങ്ങിൽ പറയാണ്, നമ്മൾ ആ ജൂതന്മാരെ ഇവിടേക്ക് വരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ റിസോഴ്സസും അവർ മോഷ്ടിച്ച് കൊണ്ടുപോകും, അല്ലെങ്കിൽ അവർ തട്ടിയെടുക്കും എന്നുള്ള രീതിയിൽ കവലയിൽ നിന്നുകൊണ്ട് ഒരാൾ പ്രസംഗിക്കുന്നത് കേൾക്കുകയാണ്. ഡെഫിനറ്റ്ലി ഹീസ് എ പേഴ്സൺ വെരി ക്ലോസ് ടു ഹിറ്റ്ലറുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കുമെന്ന് അസ്യൂം ചെയ്യുകയാണ്. ദെൻ stanza 7. Thought I heard the thunder rumbling in the sky. The use of the word thunder to create a threatening atmosphere. The word rumbling emphasizes the power of his threat. And it was Hitler over Europe saying, they must die. Here, the speaker thought I heard a thunder rumbling in the sky. ആകാശത്തിലൊരു ഇടിമുഴക്കം ഉണ്ടാവുന്നത് പോലെ നമ്മളുടെ സ്പീക്കർ കേൾക്കുക ചെയ്യുന്നത്. നമ്മൾ നറേറ്റർ, കവി നിൽക്കുന്ന സമയത്ത് ആകാശത്തിൽ നിന്ന് എന്തോ വലിയൊരു ഇടിമുഴക്കം കേൾക്കുന്നത് പോലെ തോന്നുക ചെയ്യുന്നത്. ആ ഒരു ഇടിമുഴക്കം യൂറോപ്പ് എന്ന് പറയുന്ന ആ ഒരു കോണ്ടിനെൻ്റ് മുഴുവൻ പടർന്ന് പന്തലിക്കുകയാണ്. ഹിറ്റ്ലറിൻ്റെ വോയിസ് ആയിരുന്നു അത്. അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ മരിക്കണം, ദേ മസ്റ്റ് ഡൈ, അവർ മരിക്കണം എന്നാണ്. അവർ മരിക്കണം മീൻസ് ജൂതന്മാരെല്ലാവരും മരിക്കണം എന്നാണ് ആ ഒരു ഹിറ്റ്ലറിൻ്റെ ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു സ്വരത്തിലുണ്ടായിരുന്നത് എന്ന് പറയാണ്. Stanza 8. So a poodle in a jacket fastened with a pin. So a door opened and a cat let in. But they weren't German Jews, my dear, but they weren't German Jews. Which shows the contrast between the couple and the animals, as the poodle are cared for unlike the couple. And this is also shows a contrast between the couple and the animals, as unlike the couple, cats are let in anywhere they want. Which shows that they are the only people, German Jews, that are under the threat of a death. അപ്പോൾ നമ്മളുടെ സ്പീക്കർ അത് ത്രറ്റനിങ് കേട്ടു, ഒരു ഇടിമുഴക്കം കേട്ടു എന്ന് പറഞ്ഞല്ലോ. അതിന് ശേഷം ആ ഒരു നമ്മുടെ സ്പീക്കർ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു പൂഡിലിനെ കാണുകയാണ്, ഒരു ചെറിയൊരു പട്ടീനെ കാണുകയാണ്. അതിനെ ജാക്കറ്റൊക്കെ ധരിപ്പിച്ചിട്ട് നല്ല സേഫ്റ്റി പിന്നോണ്ടൊക്കെ നന്നായിട്ട് പിന്നൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ അണിയിച്ചൊരുക്കിയിട്ട് അതിനെ നോക്കുന്നത് കാണുകയാണ്. ഒരു വാതിൽ തുറന്ന ഒരു പൂച്ചയെ അകത്ത് കയറ്റുന്നതും കണ്ടു. അപ്പം പറയാണ്, അതായത് ദേ വേർ ഇൻ ജർമ്മൻ ജ്യൂസ്, അവർ ജർമ്മൻ ജൂതന്മാരായിരുന്നില്ല എന്ന് പറയാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പട്ടീനെയും പൂച്ചേനെയും വരെ അവർ വീടിൻ്റെ അകത്തേക്ക് കയറ്റുന്നുണ്ട്. എന്നാൽ ഒരു ജർമ്മൻ ജൂവിനെ കാണുന്ന സമയത്ത് അവർ ആട്ടി ഓടിക്കുക ചെയ്യുന്നത് എന്ന് പറയാണ്. Then stanza 9. Went down the harbor and stood upon quay, saw the fish swimming as if they were free.
This shows once again this contract between the couple and nature, as the fish are swimming so freely and are able to go any place they wish. Alternatively, as if make us believe that at the same time that even though that fish may look free and actually not. Only 10 feet away, my dear, only 10 feet away. Which shows how frustrating it is in the sense of freedom is also a close yet so far. അങ്ങനെ സ്പീക്കർ പറയാണ്, ഹി വെൻ ഡൗൺ ടു എ ഹാർബർ, ഒരു തുറമുഖത്ത് പോവുകയാണ്, ഒരു ഹാർബറിൽ പോയി നിൽക്കുകയാണ്. സ്പീക്കർ അവിടെ ഹാർബറിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഐ സോ ദ ഫിഷ് സ്വിമ്മിങ് ആസ് ഇഫ് ദേ ആർ ഫ്രീ, അവിടെ മീനുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ നീന്തി നടക്കുന്നത് കാണുകയാണ്. അപ്പോൾ സ്പീക്കർ ചിന്തിക്കുകയാണ്, എത്ര സ്വതന്ത്രമായിട്ടാണ് ആ മീനുകളൊക്കെ തന്നെ ഇങ്ങനെ വെള്ളത്തിലൂടെ നീന്തുന്നത്. ഇവിടെ ജൂതന്മാരാവട്ടെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏത് നിമിഷവും മരണപ്പെടുമെന്നുള്ള കണ്ടീഷനിലാണ് ജൂതന്മാരൊക്കെ നിൽക്കുന്നത്. എന്നാൽ മീനുകൾ എത്രത്തോളം സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് വെള്ളത്തിലൂടെ നടക്കുന്നതെന്ന് ചിന്തിക്കുകയാണ്. നേരത്തെ പറഞ്ഞു, ഒരു പട്ടിയെയും പൂച്ചേനെയും ഒക്കെ ആ വീടിനകത്തേക്ക് കയറ്റുന്നുണ്ട്. പക്ഷേ ഒരു ജൂതനെ പോലും അവർ നല്ല രീതിയിൽ, ജൂതന്മാരോട് പോലും നല്ല രീതിയിൽ പെരുമാറുകയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അപ്പം അവരെ കൊല്ലാനാണ് ശ്രമിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, വളരെ സ്വതന്ത്രമായിട്ടാണ് ആ മീനുകളൊക്കെ തന്നെ നീന്തി കളിക്കുന്നത്. ഏകദേശം എന്നിൽ നിന്നും ഒരു 10 ഫീറ്റ്, ഒരു 10 അടി മാത്രം ദൂരമേ ഉള്ളൂ. എന്നാലും ആ ഒരു മീനുകളും ഒരു മനുഷ്യനായിട്ടുള്ള എൻ്റെയും അവസ്ഥ എന്താണെന്ന് നോക്കൂ. മീനുകൾക്ക് വരെ സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ മനുഷ്യനായി തനിക്ക് ആ ഒരു ഫ്രീഡം ഇല്ല എന്നാണ് പോയിറ്റ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. Then stanza 10, they had no politicians and sang at their ease. They were in the human race, my dear, they were in the human race. Which shows that the couple blames the politicians for their situation and shows a wildlife views humanity idea. അപ്പോൾ അദ്ദേഹം ഒരു കാട്ടുകൂടെ ഇങ്ങനെ നടക്കുകയാണ്. He walked through a forest and saw some birds and trees, and they had no politicians and they sang as they liked, and they were not human race. അങ്ങനെ കാട്ടുകൂടെ നടക്കുന്ന സമയത്ത് മരങ്ങളിലൊക്കെ തന്നെ പക്ഷികളും അതുപോലെ ചെറിയ ചെറിയ ജീവികളൊക്കെ ഇരിക്കുന്നത് കാണുകയാണ്. അവർക്കൊന്നും രാഷ്ട്രീയക്കാരൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർക്ക് പാടി എൻജോയ് ചെയ്യാമെന്ന് പറയാണ്. അപ്പം നമ്മൾ സ്പീക്കർ നമ്മളുടെ രാഷ്ട്രീയക്കാരെ കുറ്റപ്പെടുത്തുക ചെയ്യുന്നത്. കാരണം അവരാണ് ഇങ്ങനത്തെ ഒരു പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റിനെ കൊണ്ടുപോയി ചെന്ന് എത്തിച്ചത് എന്നാണ് അവിടെ പറയുന്നത്. And stanza 11, I dream for a building with 1,000 floors, and not one of them was ours, my dear, not one of them was ours. Which shows a contrast between other people and the couple, as it seems like everyone has a place to live except them, and which shows the reader that hopelessness are faced by the couple. അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. 1000 വാതിലുകളും അതുപോലെ തന്നെ 1000 ജനലുകളും 1000 ഫ്ലോർ നിലങ്ങളും ഒക്കെ ഉള്ള ഒരു വലിയൊരു കെട്ടിടം സ്വപ്നം കാണുകയാണ് നമ്മുടെ സ്പീക്കർ. പക്ഷേ അതിലൊന്നുപോലും നമ്മുടേതായിരുന്നില്ല എന്ന് തൻ്റെ ബിലൗഡിനോട് അദ്ദേഹം പറയാണ്. And the final stanza, our last stanza, stood on a great plain in the falling snow, 10,000 soldiers marching to and fro, looking for you and me, my dear, looking for you and me. And this lines gives an image of coldness and death, but also of the survival of challenging situations. Here the writer uses a hyperbole to show the immense numbers of soldiers after them and how they are outnumbered, and makes a beautiful yet dangerous ending. The soldiers are not looking for them particularly, but they are looking for German Jews. Here the speaker wants to highlight the tragedy and fear for the personal experience as well as the collective experience. അപ്പം നമ്മൾ സ്പീക്കർ പറയാണ്, അദ്ദേഹം he stood on a great plain in the falling snow. അദ്ദേഹം ഒരു മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സ്ഥലത്ത്, ഒരു പ്രദേശത്ത് നിൽക്കുകയായിരുന്നു. ഏകദേശം 10,000-ഓളം പട്ടാളക്കാർ, 10,000-ഓളം
10,000 സോൾജേഴ്സ് എന്ന അവിടെ ഹൈപ്പർബോൾ എന്ന് പറയുന്നൊരു ഫിഗറേറ്റീവ് ലാംഗ്വേജാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ കാക്കത്തൊള്ളായിരം എന്നൊക്കെ പറയില്ലേ, ഭയങ്കരമായിട്ട് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതിനൊക്കെ കാണിക്കുന്ന അത്ര എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് ഹൈപ്പർബോൾ എന്ന് പറയുന്ന ഫിഗറേറ്റീവ് ലാംഗ്വേജ് കൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. അപ്പം അദ്ദേഹം ഒരു മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്ത് നിൽക്കുകയാണ്. അപ്പം ഏകദേശം 10,000-ഓളം പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ബിലൗഡിനോട് പറയാണ്, ലുക്കിംഗ് ഫോർ യു ആൻഡ് മീ മൈ ഡിയർ, ലുക്കിംഗ് ഫോർ യു ആൻഡ് മൈ. അവർ എന്നെയും നിന്നെയും അന്വേഷിച്ചാണ് നടക്കുന്നത് എന്നുള്ളത്. കാരണം അവർ രണ്ടുപേരും ജൂതന്മാരാണ്. അതുകൊണ്ട് തന്നെ ഹിറ്റ്ലറിൻ്റെ പട്ടാളക്കാർ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാർച്ച് ചെയ്ത് നിന്നെയും എന്നെയും അന്വേഷിച്ചാണ് നടക്കുന്നത് എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു കവിത എൻഡ് ചെയ്യുന്നത്.